മൈക്കോടി വെച്ച് തിരിച്ചു ഓടുന്ന സമയത്ത് പ്രഭാരൻ സാറ് പരമക്ക രാജേന്ദ്രൻ എന്ന ആന വന്ന് കൊമ്പ് കൊണ്ട് അടിച്ചിടുകയാണ് ഉണ്ടായത്. അവർ വന്ന കാറിൽ തന്നെ, സാർമാർ വന്ന കാറിൽ തന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് വെസ്റ്റ് പോർട്ടിൽ കൊണ്ടുവരുന്നു. പക്ഷെ അദ്ദേഹം ആശുപത്രി എത്തിയെങ്കിലും അദ്ദേഹം ലിവറിൽ ഡാമേജ് മരണപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറൊക്കെ വന്നപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഈ വാറൊക്കെ ഡ്രോണിൽ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൂടാ? എന്തിനാണ് ഇങ്ങനെ ഇത്രയും പോലീസുകാരും ഇത്രയും സംവിധാനങ്ങളും ഒരു ആനയുടെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല? നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം, എന്തിനും ആന ഒരു അവിഭാജ്യ ഘടകമാണ്. എനിക്കത് താരാരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ള ആരാധന ആനയുടെ ആരാധനയാണ്. തീർച്ചയായിട്ടും നമുക്ക് മോഹൻലാൽ മമ്മൂട്ടിയും കഴിഞ്ഞാൽ പിന്നെ തെച്ചിക്കോട് രാമചന്ദ്രൻ, പാമ്പാടി രാജൻ, തെച്ചിക്കോട് രാമചന്ദ്രനൊക്കെ ഒരു രാജാവ് തന്നെയാണ്, രാമരാജാവ് തന്നെയാണ്. തീർച്ചയായിട്ടും അവന്റെ വരവിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ. തൃശ്ശൂർ പൂരത്തിന് രാമൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കണ്ടാൽ തന്നെ ഒരു ഭംഗിയാണ്, വിഷമാണ്. ഇപ്പൊ അരിക്കൊമ്പനെ മയക്കോടി കഴിക്കാൻ എത്രയോ ബുദ്ധിമുട്ടി. പക്ഷെ അപ്പൊ അതിന്റെ ഒരു ടെക്നോളജി കണ്ടുപിടിക്കാനായിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു എന്താ പറയാ ഡ്രോൺ ടെക്നോളജിയിൽ ആദ്യമായിട്ട്, ലോകത്തിൽ ആദ്യമായിട്ട് ആനയിൽ മയക്കോടി വയ്ക്കുന്നത് കേരളത്തിൽ തൃശ്ശൂരാണ്. ജേക്കബ് ചീരാൻ സാറ്, പണിക്കർ സാറ്, കൈമൾ സാർ, ഇവരാണ് ആദ്യത്തെ മയക്കോടി വയ്ക്കുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് ഡ്രോണിൽ മയക്കോടി വയ്ക്കാൻ നമുക്ക് സാധിച്ചു. ഇത് ഇപ്പോൾ ആനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് കൃത്യമായിട്ട് പ്രിസിഷനിൽ എങ്ങനെയാണത് പൊള്ളിക്കാൻ കഴിയുന്നത്? ഇന്ന് നമ്മളോടൊപ്പം ആന ചികിത്സാ വിദഗ്ധനായിട്ടുള്ള ഗിരിദാസ് പി വി ആണുള്ളത്. സാർ നമസ്തേ. നമസ്കാരം സാറ്. ഞാൻ ഇവിടെ വന്നപ്പം തന്നെ കണ്ടൊരു ഫോട്ടോ ആയിരുന്നു ഇപ്പോൾ ഗജാസ്ത്രം, ആനകളെ മെരുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ആധുനിക വിദ്യ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് പറഞ്ഞുതരാമോ, എന്താണ് ഈ ഗജാസ്ത്രം, അത് എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്നൊന്ന് പറഞ്ഞുതരാമോ? നമ്മൾ ആധുനിക ലോകത്തിലാണ് ജീവിക്കുന്നത്. ഞാനൊക്കെ ജനിക്കുന്ന കാലത്ത് മൊബൈൽ പോലും ഇല്ല, ലാൻഡ് ഫോൺ പോലും ഇല്ലാത്തൊരു കാലത്ത്, അങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ഒരാൾ പിന്നീട് ആധുനിക യുഗത്തിലേക്ക് വരുമ്പോൾ ആനകളെ മയക്കോടി വയ്ക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ 1995 ഞാൻ ഈ എൻ്റെ സാർമാരെ കൂടെ, എൻ്റെ പണിക്കർ സാറ്, പ്രഭാരൻ സാർ, കൈമൾ സാർ, ചീരാൻ സാർ, ഇവരെ കൂടെ കൂടുമ്പോൾ ഒരുപക്ഷെ അന്ന് ആനകളെ മയക്കോടി വയ്ക്കാൻ വെറ്റിനറി കോളേജിൽ നിന്ന് പോകുന്ന ഒരു സംഘമുണ്ട്. ആ സംഘം പോകുന്നു, ആനയെ മയക്കോടി വയ്ക്കുന്നു, തിരിച്ചു വരുന്നു. അതൊരു ഭയങ്കര വാർത്തകളാണ് വെറ്റിനറി കോളേജിൽ. അപ്പം അന്ന് അങ്ങനെ ഞാൻ പഠിച്ച് പാസ്സാവുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ ട്രെയിനായിട്ട് വരയ്ക്കണം കുന്നംകുളത്ത്. ആ സമയത്താണ് പ്രഭാരൻ സാറും പണിക്കർ സാറും ആനയെ, പാറമേക്കാവ് രാജേന്ദ്രൻ എന്ന ആനയെ കൈപ്പറമ്പിൽ ആന അടഞ്ഞിട്ട് മയക്കോടിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കുന്നംകുളത്ത് ട്രെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ബസ് കയറി വരുന്നു, ഇവരവിടെ നിന്ന് കാറിൽ നിന്ന് വരുന്നു. അപ്പം എന്നെ അവിടെ നിന്ന് സാറ് വിളിച്ചു പറഞ്ഞു, അവിടെ ഞങ്ങളുടെ അവിടുത്തെ സീനിയർ വെറ്റിനറി സർജൻ ലില്ലി ജോബ് ചുങ്കത്തിൻ്റെ വീട്ടിലേക്ക് ഫോണിൽ വിളിച്ചു പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കയറി വരിക. ഇവിടെ വരുമ്പോഴേക്കും പക്ഷേ ഈ ഓപ്പറേഷൻ അവർ കഴിഞ്ഞിരുന്നു. മയക്കോടി വെച്ച് തിരിച്ചു ഓടുന്ന സമയത്ത് പ്രഭാരൻ സാറ് പരമക്ക രാജേന്ദ്രൻ എന്ന ആന വന്ന് കൊമ്പ് കൊണ്ട് അടിച്ചിടുകയാണ് ഉണ്ടായത്. അടിച്ചിടുന്ന സമയത്ത് നമുക്കറിയാം, ആ ഒരു സിറ്റുവേഷനിൽ മാനസികമായിട്ട് അദ്ദേഹത്തിനെ പെട്ടെന്ന് നമ്മൾ എല്ലാവരും കൂടി വാരിയെടുക്കുന്നു. അവർ വന്ന കാറിൽ തന്നെ, സാർമാർ വന്ന കാറിൽ തന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് വെസ്റ്റ് പോർട്ടിൽ കൊണ്ടുവരുന്നു. പക്ഷെ അദ്ദേഹം ആശുപത്രി എത്തിയെങ്കിലും അദ്ദേഹം ലിവറിൽ ഡാമേജ് മരണപ്പെട്ടു. അന്ന് മുതൽ തുടങ്ങിയ ഒരു ആഗ്രഹമാണ്. ഞാനൊരു തുടക്കക്കാരനാണ്. ആലോചിക്കണം, 95 സംഭവിക്കുന്ന സംഭവമാണ്. ഇന്നിപ്പോൾ 2026. അപ്പോൾ കഴിഞ്ഞ 30-31 വർഷം മുന്നേ നടന്ന സംഭവത്തിലുള്ള ദുഃഖം നമുക്ക് എപ്പോഴും ഉണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ പിന്നീടുള്ള പണിക്കർ സാറെ കൂടെ 750 മയക്കുവടി ഇതിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് എന്നും ആലോചിക്കും, ഇതെങ്ങനെ നമ്മൾ നേരിട്ട് പോവാതെ റിമോട്ടായിട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ ആ കാലഘട്ടത്തിലേക്ക് ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറൊക്കെ വന്നപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഈ വാറൊക്കെ ഡ്രോണിൽ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൂടാ? ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ജാർഖണ്ഡിലൊക്കെ ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ട്, ക്യാമറകൾ ഉപയോഗിച്ചിട്ട് നമുക്കറിയാം ആനകൾ എവിടെ നിൽക്കുന്നു, മൃഗങ്ങളുടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ഈ മീഡിയ അറ്റൻഷൻ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഇപ്പോൾ നമ്മൾ അരിക്കൊമ്പൻ്റെ കാര്യത്തിലാണ്. അരിക്കൊമ്പനെ മയക്കുവടി വെക്കാൻ പോകുന്ന സമയത്ത് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് പോയി. വലിയ രീതിയിൽ ഒരുപാട് വിവാദങ്ങൾ അതിൻ്റെ പേരിലുണ്ടായി, പിരിവുകളുണ്ടായി. അരിക്കൊമ്പനെ സംരക്ഷിക്കാൻ വേണ്ടി സേവ് അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്ന സാഹചര്യം നമ്മളും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഇത്രയും പോലീസുകാരും ഇത്രയും സംവിധാനങ്ങളും ഒരു ആനയുടെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല? ആനകളെ വാസ്തവത്തിൽ ലോകത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആനകളെ ഇഷ്ടപ്പെടുന്ന മാതിരി വേറെ ഒരു സ്ഥലത്തും അങ്ങനെ ഇല്ല. കാരണം നമ്മുടെ സഹജീവിയായിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ വളർത്തു മൃഗങ്ങളുണ്ട്, ഓമന മൃഗങ്ങളുണ്ട്.
അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം, എന്തിനും ആന ഒരു അവിഭാജ്യ ഘടകമാണ്. കേരള പോലീസിൻ്റെ ചിഹ്നത്തിൽ ആനയുണ്ട്, മദ്രാസ് റെജിമെൻറ്റിൻ്റെ ചിഹ്നത്തിൽ ആനയുണ്ട്. ഈവൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലൊക്കെ ഏറ്റവും നല്ല അവാർഡ് കൊടുക്കുന്നത് എന്താ പറയുക, വൈറ്റ് എലഫൻറ്റിൻ്റെ ആന എന്ന് പറയണത്. ഈവൻ നമ്മൾ ചതുരംഗം കളിക്കും, നമുക്ക് ചെസ്സിൽ ആനയുണ്ട്, കുതിരയുണ്ട്, കാലാൽ. അപ്പൊ ആന എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എനിക്ക് താരാരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ള ആരാധന ആനയുടെ ആരാധനയാണ്. തീർച്ചയായിട്ടും നമുക്ക് മോഹൻലാൽ മമ്മൂട്ടിയും കഴിഞ്ഞാൽ പിന്നെ തെച്ചിക്കോട് രാമചന്ദ്രൻ, പാമ്പാടി രാജൻ. അതായത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയാണ് അവർ തിരഞ്ഞെടുക്കുക. അല്ലാതെ അവർക്ക് ഒരുപാട് വ്യക്തികളുണ്ട്, കുറേ രാഷ്ട്രീയക്കാരുണ്ട്, ഇതൊന്നുമല്ല വിഷയം. അവർക്ക് വേണ്ടത് അവർ ചിന്തിക്കുന്ന മാതിരി, അവരാഗ്രഹിക്കുന്ന മാതിരി, അവരോട് എത്തി നിൽക്കുന്ന, അവരിഷ്ടപ്പെടുന്ന രീതിയിൽ അന്ന് നിലനിൽക്കും. ഇപ്പോൾ തെച്ചിക്കോട്ട് രാമചന്ദ്രനൊക്കെ ഒരു രാജാവ് തന്നെയാണ്, രാമരാജാവ് തന്നെയാണ്. തീർച്ചയായിട്ടും അവൻ്റെ വരവിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ, എത്രയോ സമയം അതിൻ്റെ കൂടെ യാത്ര ചെയ്യാനായിട്ട്. ഒരു ദിവസത്തിൽ രാമനെ എഴുന്നള്ളിക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞത്, ഇനി രാമൻ വന്നാൽ രാമൻ്റെ ആരാധകർ കൂടും, അതുകൊണ്ട് അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് മുന്നിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് വരെ അവർ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് രാമൻ എന്ന് പറയണത് ഒരു വികാരമാണ്. നമ്മൾ തൃശ്ശൂരാണ് നിൽക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂര് തന്നെ തൃശ്ശൂർ പൂരത്തിന് രാമൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കണ്ടാൽ തന്നെ ഒരു ഭംഗിയാണ്, ഒരു പ്രത്യേക ആകർഷണമാണ്. ശരിക്കും ഒരു കാന്തിക വലയത്തിൽ നിൽക്കുന്ന മാതിരിയാണ്. അതെ, നമ്മളിപ്പോഴും എന്തിനാ അതൊക്കെ എന്ന് ചോദിച്ചാൽ അതൊക്കെ വേറെ കാര്യം. പക്ഷെ അതിനുവേണ്ടി ആളുകൾ കാത്തു നിൽക്കുക എന്ന് പറയുന്നത് രാമനിപ്പോ വരും എന്ന് പറഞ്ഞാൽ രാമനില്ലാത്ത പൂരം. ഒരു പക്ഷേ കാത്തിരിപ്പിന്റെ ഒടുവിൽ രാമൻ ഇങ്ങനെ ആ വാതില് തുറന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നമ്മളെ ത്രസിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ സാധാരണ ജനങ്ങളുടെ വികാരമാണ് രാമൻ. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ ആരും നിർബന്ധിച്ചു വരുന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമ്മേളനം നടക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കണം അവിടെ ആളുകൾ എത്തിക്കാനായിട്ട്. പക്ഷെ രാമൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതാരും ഒന്നുമില്ലാതെ അവർ സ്വന്തം ചെലവിൽ സ്വന്തം ബസ് കയറിയിട്ടോ അല്ലെങ്കിൽ ബൈക്കിലോ അല്ലെങ്കിൽ എങ്ങനെയോ അവർ അവിടെ എത്തിപ്പെടും. അതാണ് വികാരം. അത് നമുക്ക് അത് നമ്മൾ നേരിട്ട് അനുഭവമുള്ളതാണ്. ഇപ്പൊ രാമൻ അതൊരു വികാരം. കാരണം ആന എന്ന് പറയുന്നത് കടൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റുമുള്ള കടൽ കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആരാധിക്കുന്നതും ആനയാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് അമ്മ, ആന, ഇതൊക്കെയാണ് നമ്മൾ ചെറുപ്പം മുതലേ ആദ്യത്തെ അക്ഷരങ്ങൾ പഠിക്കുന്നത്. ആന. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകില്ല. അത് തന്നെയാണ് ആ വികാരമാണ്. ഇപ്പൊ ഞാൻ തൃശ്ശൂര് ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പൊ എൻ്റെ ആഗ്രഹം, ഞാനെപ്പോഴും എൻ്റെ അച്ഛനെപ്പോഴും പറയാം, എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിന് ആനയുണ്ടായിരുന്നു. ഞാൻ ആനയെ കാണാനായിട്ട് അച്ഛനോട് നിർബന്ധിക്കും. എൻ്റെ വീട്ടിൽ ബാക്കി വേറെ പശു, ആട്, എല്ലാ മൃഗങ്ങളും ഉണ്ടായ ഒരു ഒരു കർഷകന്റെ മകനായിട്ട് ജനിച്ച ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ഇതൊക്കെ ഉണ്ട്, എല്ലാ മൃഗങ്ങളും വീട്ടിലുണ്ട്. പക്ഷെ ആനയെ എനിക്ക് അന്നും ഇഷ്ടമായിരുന്നു. അച്ഛൻ എൻ്റെ ഒരു അമ്പലത്തിൻ്റെ അവിടെ തൊട്ടമ്പലത്തിൽ പൂരത്തിന് വരുമ്പോൾ അച്ഛനാണ് അതിൻ്റെ ഒരു കാർമ്മികത്വം വഹിക്കുന്നത്. ആ സമയത്ത് അച്ഛൻ്റെ കൂടെ നമ്മൾ ആനയെ കണ്ടപ്പോൾ ആന നമ്മുടെ ഒരു പാഷനേറ്റായി മാറി. അത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച അതിന്നും തുടരാണ് ശരിക്കും പറഞ്ഞാൽ. അതിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും ആനകൾ ഇപ്പോൾ ഈ ആന അടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ആള് പരിഭ്രാന്തരാവും, വിഷമാണ്. ഇപ്പോൾ അരിക്കൊമ്പനെ മയക്കോടി കഴിക്കാൻ എത്രയോ ബുദ്ധിമുട്ടി. പക്ഷെ അപ്പം അതിൻ്റെ ഒരു ടെക്നോളജി കണ്ടുപിടിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഡ്രോൺ ടെക്നോളജിയിൽ മയക്കുവടിയുടെ ഒരു എല്ലാതും നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് റിയൽ ടൈം ക്യാമറ നോക്കിയിട്ട് റിമോട്ടിൽ ആനയുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആ ഡ്രോൺ ടെക്നോളജിയിൽ ഞങ്ങൾ ഗജാസ്ത്രത്തിൽ മീൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് ആനയുടെ അടുത്തൊന്നും പോകണ്ട, ആനയ്ക്ക് സുഖമായി നിൽക്കാം. നമ്മൾ ഇവിടുന്ന് ഡ്രോൺ അങ്ങോട്ട് പറത്തുന്നു, നമ്മൾ എല്ലാം ക്യാമറയിൽ കാണാൻ പറ്റും. നമുക്ക് ഡ്രോണിൻ്റെ എല്ലാം നമ്മുടെ വ്യൂവിൽ ഐ വ്യൂവിലുണ്ട്. ഇത് കണ്ടുകൊണ്ട് തന്നെ ആനയുടെ അടുത്ത് പോകുന്നു, ആനയ്ക്ക് മരുന്ന് ഇഞ്ചക്ട് ചെയ്യണു, ഡ്രോൺ തിരിച്ചു വരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ആന എന്താ പറയുക മയങ്ങുന്നു. ഇതാണ് ആ ടെക്നോളജി. ഇത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നമുക്കുള്ള ആവശ്യമുള്ളത്. നീഡ് ബേസ്ഡ് ആണല്ലോ ഏത് റിസർച്ചും നടക്കുന്നത്. ഇൻവെൻഷൻ ബേസ്ഡ് ഓൺ നീഡ് ഉണ്ട് നമുക്കിവിടെ ഒരു ആവശ്യമുണ്ട്. അപ്പം അതിൻ്റെ പുറത്ത് നമ്മൾ റിസർച്ച് ചെയ്തപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റി. ഒരുപക്ഷെ ഇപ്പോൾ തൃശ്ശൂരിൻ്റെ തൃശ്ശൂരിൻ്റെ മന്ത്രിയുണ്ട് സുരേഷ് ഗോപി സർ. അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ ഉണ്ട് ഇതിൽ. അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ വരുന്നത്, അദ്ദേഹത്തിന് ഞാനായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് അടുത്ത കാലത്തൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ വർഷങ്ങൾക്ക് മുന്നേ ഗുരുവായൂർ ആനയെ നടയിരുത്തി. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആനയെ പരിശോധിക്കാനുള്ള ടീമിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ
അപ്പം അന്ന് മുതലാണ് അദ്ദേഹം, അപ്പോഴാണ് നമ്മളൊക്കെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു സിനിമാ നടൻ അന്ന് കാലത്ത് നമ്മൾ സിനിമ ഒക്കെ കണ്ടു, പക്ഷെ നേരിട്ട് പരിചയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുന്നെയാണ്. 10-25 വർഷം മുന്നേ ഗുരുവായൂർ ആനയെ നടയിരുത്തുന്ന ആള്. അന്ന് മുതലുള്ള ബന്ധമാണ്. അദ്ദേഹത്തിന് ആന എന്ന് പറയുന്നത് അതാണല്ലോ, അദ്ദേഹത്തിന്റെ മകളുടെ പേരിൽ ഒരു ആനയെ നടയിരുത്തി, മനസ്സിലായി, ലക്ഷ്മി. അപ്പൊ ഗുരുവായൂർ ഇപ്പോഴും ഉണ്ടത്. അപ്പൊ ആ ആനയെ നടയിരുത്തുമ്പോൾ അന്നോട്ടുള്ള പരിചയം. പിന്നീട് അദ്ദേഹം ഇവിടെ തൃശ്ശൂർ വന്ന് ഇലക്ഷനൊക്കെ മത്സരിക്കുന്നു, തൃശ്ശൂരുകാരനാവുന്നു, തൃശ്ശൂരിന്റെ MP ആവുന്നു, തൃശ്ശൂരിൽ നിന്ന് കേന്ദ്രത്തിൽ മന്ത്രിയാവുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ആനയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യാൻ തയ്യാറുള്ളത് എന്ന് ആളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. വളരെ രസകരമായിട്ട്, ഡോക്ടർ ആനയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ എന്ന് പറയാറുണ്ട്. ആ സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ഡ്രോൺ കണ്ടുപിടിക്കുകയും ഇതിൽ ചിലവ് ഒരു 9 ലക്ഷം രൂപ ചിലവ് വന്നു മൊത്തം, ഡ്രോണിൻ്റെ കാശും പിന്നെ അതിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിൻ്റെ ഒക്കെ ചാർജ് വെച്ചിട്ടാണ് നമ്മൾ വെച്ചത്. പക്ഷെ ആൾ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ആ 9 ലക്ഷം രൂപ ഈ ഇതിൻ്റെ വർക്കിലേക്കായി അയച്ചു തന്നു. അതാണ് പറയണത്. അപ്പം അതൊരു ആരും നിർബന്ധിച്ചിട്ടല്ല, അദ്ദേഹം MP ഫണ്ടിൽ നിന്നോ ഒന്നുമല്ല നമുക്ക് തന്നത് പൈസ. അദ്ദേഹത്തിന്റെ വേർപ്പാണ്. അതാണ് അദ്ദേഹത്തിന്റെ ട്രസ്റ്റ്. ആ ട്രസ്റ്റിൽ നിന്നാണ് തന്നത്. അത് വലിയൊരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് വന്നിട്ട് അത് അൺവീൽ ചെയ്യാന്ന് പറയുമ്പോൾ അതാണെന്ന് വെച്ചാൽ നമ്മൾ റിസർച്ച് കണ്ടുപിടിക്കുന്നത്, നമ്മൾ എന്തും കിട്ടുന്നത് പുറമെ നിന്നാ. അമേരിക്കയോ നാസ പോലെ റിസർച്ച് സെന്ററിൽ നിന്നാണ് ഇതൊക്കെ റിസർച്ച് ചെയ്തിട്ട് വരുന്നത്. ഇത് കേരളത്തിലെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇത്തരം ഒരു കാര്യം പൊന്തി വരുമ്പോൾ അവരത് അംഗീകരിക്കുമല്ലോ. അത് അവർ കണ്ട് പരിശോധിച്ച് അത് വിലയിരുത്തിയിട്ടാണ്, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അത് അൺവീൽ ചെയ്യില്ലല്ലോ. അപ്പം ഇത് പഠിച്ചപ്പോൾ ഇത് നല്ല കാര്യമാണ്. പിന്നെ അങ്ങനത്തെ പറയല്ലോ, എന്താ പറയുക, മെയ്ഡ് ഇൻ ഇന്ത്യ, ലോക്കൽ വോക്കൽ എന്നൊക്കെ പറയണ മാതിരി അത് അങ്ങനെയാണ്. നമ്മുടെ ജനങ്ങളെ ഇവിടെ നിന്നും അത് ഉണ്ടാവും എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അതിന് കൃത്യമായിട്ട് അദ്ദേഹം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിന് വേണ്ട ആള് ഇപ്പം എന്താ പറയുക, ഗവർണർ ഉണ്ടായിരുന്നു, ഗവർണറുടെ അടുത്തേക്ക് പോകണം, വൈസ് പ്രസിഡന്റ് ഓഫീസിൽ ഇവരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങോട്ട് നമ്മളെ അടുത്ത്. അന്ന് ചെയ്താൽ നമ്മളെ കുറച്ചും കൂടിയും അവർ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം അങ്ങോട്ട് ഇതെല്ലാമായിട്ട് അങ്ങോട്ട് എത്തും. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ പിന്തുണ അത് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ MP സുരേഷ് ഗോപി സാറിൻ്റെയൊക്കെ പിന്തുണയാണ്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, അത് എല്ലാവരും വരുന്നതാണ്. അവിടെ ഇതൊക്കെ എല്ലാ ഫെസിലിറ്റിയും, ഇപ്പോൾ കേരളത്തിലൊരു ചടങ്ങ് പൂരം നടത്തുമ്പോൾ പൂരത്തിന് എല്ലാ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താനും കൂടിയിട്ടുള്ള ഒരു പൂരമായിരിക്കും വരാൻ പോകുന്ന 2026 പൂരം. മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ അങ്ങ് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയൊരു സംശയമാണ്, ഒരു വെറ്റിനറി ഡോക്ടർ എങ്ങനെയാണ് ഒരു എഞ്ചിനീയർ ആകുന്നത്, അല്ലെങ്കിൽ ഡ്രോണ് അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് പോയത്? കാരണം നമ്മൾ ഏത് സമയത്തും നമ്മുടെ എഞ്ചിനീയറിംഗ് മൈൻഡ്, അതാണല്ലോ കൺസ്ട്രക്ഷൻ മൈൻഡ്, അത് ഡെവലപ്പ് ചെയ്യണം. അത് നമ്മൾ എഞ്ചിനീയറിംഗിൻ്റെ ആ ബാലപാഠങ്ങൾ നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്കത് പറ്റിയത്. വാസ്തവത്തിൽ ആ എഞ്ചിനീയറിംഗ്, അതായത് നമ്മളെപ്പോഴും സയൻസ് ആൻഡ് വെറ്റിനറി ഡോക്ടർ ആകുമ്പോൾ കൂടുതലും അതിനു മുന്നേ നമ്മൾ എഞ്ചിനീയറിംഗിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് അഡീഷണൽ മാത്സ് പഠിച്ച ടീമാണ് നമ്മൾ. അപ്പം അത് അത്രയും മൈൻഡ് സെറ്റിൽ നമ്മൾ എഞ്ചിനീയറിങ്ങിന് താല്പര്യമുള്ള ആളുകളായിരുന്നു. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിൽ. ഇവരുമായി ഡിസ്കസ് ചെയ്യും. നമുക്ക് ടെക്നോളജി മുതൽ ഏതും വിരൽത്തുമ്പിൽ പറഞ്ഞു തരാൻ നമുക്ക് സുഹൃത്തുക്കളുണ്ട്. അപ്പം നമ്മുടെ ടെക്നോളജി അവരായിട്ട് നമ്മൾ എന്താ പറയുക, അവരായിട്ട് സംസാരിക്കുന്നു, അവരായിട്ട് ഇരിക്കുന്നു, അവരതിനെക്കുറിച്ച് നമ്മൾ പറയുന്നു. പിന്നെ ഈ ഡ്രോൺ ടെക്നോളജി ചെന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഡ്രോൺ പറത്തണമെങ്കിൽ ബൈക്ക് മേടിക്കുന്നതിന് മുന്നേ ബൈക്കിന് 2 വീലർ ലൈസൻസ് എടുക്കണം. അപ്പം അതുപോലെ തന്നെ ഗാന്ധിജി യൂണിവേഴ്സിറ്റിയുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ കോട്ടയത്ത് ഡ്രോൺ ടെക്നോളജിയിൽ നമുക്ക് റിമോട്ട് പൈലറ്റ് ലൈസൻസിൻ്റെ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പോയി നമ്മൾ അത് ജോയിൻ ചെയ്തു. അവിടെ റിമോട്ട് പൈലറ്റ് ലൈസൻസ് എടുത്തു. പാലാ സെൻറ് തോമസ് കോളേജിൽ പോയിട്ടായിരുന്നു അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ. അതൊക്കെ പാസ്സായിട്ട് പിന്നെ നമ്മൾ ഡ്രോൺ തെരഞ്ഞു പിടിച്ചു. ഈ ഡ്രോൺ കിട്ടിയത് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും യാദൃച്ഛികമാണ്. എൻ്റെ സാറിനെ ആക്രമിച്ച ആ കൈപ്പറമ്പ് എന്ന സ്ഥലത്ത്, ആ പാടത്തിൻ്റെ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഈ ഡ്രോൺ പർച്ചേസ് ചെയ്യുന്നത്. അത് ഭയങ്കര യാദൃച്ഛികമായി പോയി. കാരണം ഞാൻ ഒരു ആന ചികിത്സിച്ച് വരുമ്പോഴുള്ളൂ ഞങ്ങളെപ്പോഴും കൈപ്പറമ്പെത്തിയാൽ നമുക്കൊരു വികാരമുണ്ട്. ഇവിടെയാണല്ലോ എൻ്റെ സാറിനെ അവസാനമായി ആന അറ്റാക്ക് ചെയ്ത്. അവിടെ നോക്കിയപ്പോൾ ഒരു ട്രാക്ടറുണ്ട്, ഒരു കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു സെൻ്ററാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഡ്രോൺ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി ചായ കുടിച്ച് കാർ അവിടെ പാർക്ക് ചെയ്ത് നേരെ അവിടെ പോയി ചോദിച്ചു, ഇങ്ങനെ എന്താ ഡ്രോൺ എങ്ങനെയാണ് ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇത് അഗ്രികൾച്ചർ പർപ്പസിന് ഉപയോഗിക്കുന്ന ഡ്രോണാണ്. ഓക്കെ കാണട്ടെ എന്ന് പറഞ്ഞു. അത് കാണിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമുക്ക് ഉപയോഗിച്ചാലോ. അതിന് വില ചോദിച്ചപ്പോൾ നല്ല വിലയുണ്ട്. അപ്പോൾ നമ്മളത് മേടിക്കാൻ തീരുമാനിച്ചു. അതിന് അഡ്വാൻസ് അപ്പം തന്നെ കൊടുത്തു.
പിന്നെ ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ ലോൺ പ്രൊസീജിയറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഈ ഡ്രോൺ നമുക്ക് അവർ ഡെലിവറി ചെയ്തു. പക്ഷെ ബിഫോർ ദാറ്റ് ഞാൻ ഡ്രോൺ പൈലറ്റ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ മീൻവൈൽ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ, കുറേ കാലമായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബോക്സ്, അത് പേലോഡ് മാതിരിയാണ്, ഡ്രോൺ പൊക്കി കൊണ്ടുവന്നൊരു പേലോഡ് ഉണ്ട്. അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് റിമോട്ട്ലി ഇഞ്ചക്ഷൻ ചെയ്യാം. സാധാരണ ആനയുടെ മയക്കുവെടി എന്ന് പറയുന്നത് റിമോട്ട് ഇഞ്ചക്ഷനാണ്. അതായത് സിറിഞ്ച് നമ്മൾ സാധാരണ ഇഞ്ചക്ഷൻ നമ്മുടെ ശരീരത്തിൽ സൂചി വെച്ച് നമ്മൾ നേരിട്ട് കുത്തല്ലേ, ഇത് ഒരു തോക്കിൻ്റെ സഹായത്താൽ ചെയ്യുന്നതാണ് മയക്കുവെടി എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ വെടിയുണ്ടൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരു സിറിഞ്ച് ആനയുടെ ശരീരത്തിൽ പാസ് ചെയ്യുന്നതാണ്. അത് 1970-കളിൽ ഇന്ത്യയിലുണ്ട്. ആദ്യമായിട്ട്, ലോകത്തിൽ ആദ്യമായിട്ട് ആനയിൽ മയക്കുവെടി വയ്ക്കുന്നത് കേരളത്തിൽ തൃശ്ശൂരാണ്. ജേക്കബ് ഇ ചീരൻ സാറ്, പണിക്കർ സാറ്, കൈമൾ സാർ, ഇവരാണ് ആദ്യത്തെ മയക്കുവെടി വയ്ക്കുന്നത് ലോകത്തിൽ. അപ്പോൾ അവരത് ചെയ്തപ്പോൾ അത് റിമോട്ട് ഇഞ്ചക്ഷനാണ്. അപ്പോൾ അതിനെ വീണ്ടും ഒന്ന് റിമോട്ടാക്കിയതാണ് റിമോട്ട് ഇഞ്ചക്ഷൻ. അതായത് നമ്മൾ തോക്കായിട്ട് പോകണ്ട, തോക്ക് ഡ്രോണായിട്ട് പോവും, നേരെ ഇഞ്ചക്ഷൻ ചെയ്യും. ഇതൊരു രസകരമായിട്ടുള്ള ടെക്നോളജിയാണ്. പിന്നെ നമുക്കിത് എല്ലാം അറിയണതല്ലേ, എന്താണ് മയക്കുവെടി, എന്താണ് സിറിഞ്ച്, എന്താണ് ഇതൊക്കെ നമുക്ക് അറിയണ കാരണം കൊണ്ട് നമ്മളിതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നൊരു ഫ്രണ്ട് ഉണ്ട്, ശ്രീ വിനോദ് കുമാർ. അദ്ദേഹത്തിനെ വിളിച്ചിരുത്തി. അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ മൈൻഡുള്ളത്. അപ്പോൾ നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും അതേപോലെ ആള് റിപ്ലിക്ക ഉണ്ടാക്കി തരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത് അദ്ദേഹം അത് റിപ്ലിക്ക ഉണ്ടാക്കി തന്നു. അങ്ങനെ ലോകത്തിലെ ആദ്യമായിട്ട് ഡ്രോണിൽ മയക്കുവെടി വയ്ക്കാൻ നമുക്ക് സാധിച്ചു. ഇത് ഇപ്പോൾ ആനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് കൃത്യമായിട്ട് പ്രിസിഷനിൽ എങ്ങനെയാണത് കൊള്ളിക്കാൻ കഴിയുന്നത്? കാരണം ഇതെല്ലാം ക്യാമറ വൈസ് അല്ല, നമുക്കറിയാലോ, റിയൽ ടൈം ക്യാമറയാണ്. നമ്മൾക്ക് ഇപ്പം ഇന്ന് ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ക്യാമറയിൽ കൃത്യമായിട്ട് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിപ്പോയി. പണ്ടത്തെ മാതിരിയല്ല. ഇപ്പം എന്താ പറയുക, സർവൈലൻസ് ക്യാമറ എത്ര കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്, അതുപോലെ നമ്മളിതൊരു സർവൈലൻസ് ക്യാമറയുടെ ഒരു സിസ്റ്റം അതിൽ വെക്കുന്നുണ്ട്. അതിൽ നമ്മൾ സിമ്മൊക്കെ ഇട്ടിട്ട് അത് നമ്മുടെ മൊബൈലിൽ ആ ക്യാമറ ശരിക്കും ഫോക്കസ് ചെയ്യും. അതിൽ ടാർഗറ്റ് ചെയ്തിട്ട് അതിൻ്റെ നമ്മുടെ ഗൺ പോയിന്റ് അങ്ങോട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ക്യാമറയിൽ കാണുന്ന ഏരിയയിലേക്കാണ് സിറിഞ്ച് പോകുള്ളൂ. കാരണം നമ്മൾ പുറത്ത് ഷൂട്ട് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആണ്. ഒരു ഡമ്മി ഉണ്ടാക്കിയിട്ട് ആ ഡമ്മി ഏരിയ നമ്മുടെ ക്യാമറയിൽ കാണുന്നു. പ്രസ് ചെയ്യുമ്പോൾ സിറിഞ്ച് നേരെ പോയിട്ട് ആ ഏരിയയിൽ കറക്റ്റ് പോയിന്റിൽ ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും. പോയി പിയേഴ്സ് ചെയ്താൽ മതി. ഇഞ്ചക്ഷൻ മരുന്ന് നടക്കുന്നതൊക്കെ നോർമൽ പ്രൊസീജിയറാണ്. അത് നമ്മളിപ്പോൾ ഡ്രോൺ അല്ലാതെ തന്നെ നമ്മൾ തോക്കിൽ വയ്ക്കുകയും ശരീരത്തിൽ സിന്ധൂരിൽ തന്നെ കണ്ടാണ് എങ്ങനെയാണ് തോക്കുകൾ വെച്ച് കറക്റ്റ് ഏരിയയിലേക്ക് വിടുന്നത്. അതേപോലെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം റിമോട്ടിലാണ്. പിന്നെ എല്ലാം നമുക്ക് സ്ക്രീനിൽ കാണാം. നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ UAV ടെക്നോളജി എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെക്നോളജിയാണ്. ഡ്രോൺ ടെക്നോളജിയിൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. എന്താണെങ്കിലും കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു അത്ഭുതകരമായിട്ടൊരു ടെക്നോളജി നമ്മുടെ തൃശ്ശൂരിൽ നിന്നും ഉണ്ടായി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ഭയങ്കര അനുഭവമാണല്ലോ. കാരണം നമ്മൾ തിരുവമ്പാടി കണ്ണൻ്റെയും പാറമേക്കാവമ്മയുടെയും വടക്കുനാഥൻ അവർക്കൊക്കെ അവരുടെയൊക്കെ പ്രോഗ്രാമിൽ നമ്മൾ പങ്കാളിയാകുമ്പോൾ അവർ നമുക്ക് ഒരുപാട് അറിവുകൾ പറഞ്ഞു തരും. അല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് ചെയ്യാനുള്ള ഒരു മനോചിത്ത, നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊരു നമ്മുടെ പുറകിൽ നിന്നുള്ളൊരു ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സിന് നമ്മളെ തോൽപ്പിക്കാൻ ആരും പറ്റില്ല. നമ്മളതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതവർ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ചെയ്തോളൂ എന്ന് ഇങ്ങനെ അവർ പറയുമ്പോൾ നമ്മൾ ചെയ്യും. അതാണല്ലോ നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരുപാട് പേര് നമ്മളെ സഹായിക്കാനുണ്ട്, അറിയാലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ചിലവ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, അവസാനം ഒറ്റയടിക്ക് തന്നെ സുരേഷ് ഗോപി സാർ പറഞ്ഞാൽ ഐ വിൽ ടേക്ക് കെയർ, ഡോണ്ട് വറി ഡോക്ടർ, യു പ്രിപ്പയർ അനദർ വൺ, അത് ഡോക്ടറെ പൈസ കൊണ്ട് ചെയ്യും, ഇത് എൻ്റെ പൈസ കൊണ്ട് ഞാൻ ചെയ്യാം എന്ന് വരെ പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. അത്രയും രസകരമായിട്ടാണ്. അപ്പം നമുക്കൊരു മോട്ടിവേഷനാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നടന്ന ഡ്രോൺ എക്സ്പോയിൽ പോയിട്ട് നമ്മൾ കുറച്ചുകൂടി നല്ല, ഇത് അഗ്രികൾച്ചർ ഡ്രോൺ ആണ്, അപ്പോൾ കുറച്ചുകൂടി നല്ല ഡ്രോൺ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇനിയും കുറച്ചുകൂടി പ്രിസിഷനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോഴും ഇങ്ങനെ നമ്മൾ ആദ്യം കണ്ട മൊബൈൽ ഫോണല്ലല്ലോ ഇന്ന് ഉപയോഗിക്കുന്നത്. അന്ന് ഫിലിപ്സ് ഡിക്കേഡൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതൊക്കെയുള്ള ഒരു ഫോണായിരുന്നു. അത് മാറി ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഏറ്റവും ന്യൂ ടെക്നോളജി ഡെവലപ്ഡ്. അപ്പം അതുകൊണ്ട് ഇതിനും അതിൻ്റെതായ ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും നാളുകളിൽ പോലും ആനകളെ വെടിവെച്ചിടാൻ വേണ്ടിയിട്ട് പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട്. ആനകളെ മാത്രമല്ല ഏത് വന്യമൃഗത്തിനും ചെയ്യാം. അതെ, പിന്നാലെ ചേസ് ചെയ്ത് പിടിക്കാം, നമുക്ക് ഒരു കുഴപ്പമില്ല. കാരണം അവരെ സംബന്ധിച്ചിട്ട് അവർ എത്ര ഓടിയാലും കുറച്ച് കഴിഞ്ഞാൽ നിൽക്കുമല്ലോ. അതെ, മനുഷ്യാവത്തില്ലാത്ത രീതിയിൽ മനുഷ്യൻ അങ്ങോട്ട് പോകുന്നില്ലല്ലോ, എല്ലാം റിമോട്ട്ലി ചെയ്യുന്നല്ലേ.
ഒരു പാടത്തൊക്കെ ഒരു ആന അടഞ്ഞെന്ന് കഴിഞ്ഞാൽ നമ്മൾ നോക്കി വയ്ക്കാനേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ലേ. പാടശേഖരങ്ങളിലൊക്കെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കവറില്ല, നമ്മുടെ സേഫ്റ്റി കവർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതല്ല, നമുക്കൊരു 500 മീറ്റർ വരെ ഡ്രോണിൽ മിനിമം ഒരു 200-ന് 500-ന് ഇടയിൽ നമുക്ക്, അതിലപ്പുറം പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ റേഞ്ച് ഔട്ട് ആവുള്ളൂ. ഒരു 500 മീറ്ററൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പാടത്തൊക്കെ നമുക്ക് ആന അടഞ്ഞു കഴിഞ്ഞാൽ പോയി ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും മതിയല്ലോ. അതെ.